ഡോക്ടറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കുട്ടികളിൽ കണ്ടുവരുന്ന വാതരോഗത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. പ്രേക്ഷകർക്ക് സംശയങ്ങൾ ചോദിക്കാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഡോക്ടർ, ഈ കുട്ടികളിൽ പൊതുവെ വാതരോഗങ്ങൾ എത്രത്തോളം കണ്ടുവരാറുണ്ട്? കുട്ടികളിൽ പൊതുവേ നല്ല രീതിയിൽ വാതരോഗങ്ങൾ കണ്ടുവരാറുണ്ട്. പൊതുവെയുള്ള ധാരണ പ്രായമായവരിലാണ് ഈ വാതരോഗങ്ങളെല്ലാം കാണുന്നതെന്നാണ്. എന്നാൽ ഒരു ഡോക്ടർമാരെയൊക്കെ സമീപിക്കുന്ന കുട്ടികളിൽ ഒരു 5 മുതൽ 10% വരെ കുട്ടികൾ വാതരോഗ സംബന്ധമായ രോഗലക്ഷണങ്ങളുമായിട്ടാണ് വരാറുള്ളത്. അതും ചില രോഗങ്ങൾ വളരെയധികം ഗൗരവമേറിയതുമാകാം, ചിലത് വളരെ വലിയ പ്രശ്നമില്ലാത്തതുമാകാം. നല്ല രീതിയിൽ ഉള്ള വാതരോഗങ്ങൾ കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ പ്രായമായവരിലെ വാദവും കുട്ടികളിലെ വാദവും തമ്മിൽ എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കും? അത് ആദ്യമായിട്ട് പറയാം, കുട്ടികളിൽ നമ്മൾ വളർച്ചയുടെ പ്രായമാണ്, കുട്ടികൾ വളരുന്ന പ്രായമാണ്. അപ്പോൾ അത് കാരണം തന്നെ പല കാര്യങ്ങളും അവരുടെ ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസും എല്ലാം നല്ല രീതിയിൽ വ്യത്യസ്തമാണ്. ആദ്യമായിട്ട് ഞാൻ ഏതൊക്കെയാണ് ഇങ്ങനെ വരുന്ന വാതരോഗങ്ങൾ എന്നുള്ളത് വിവരിക്കാം. അതായത് ഇപ്പം മെയിനായിട്ട് പ്രായമായവരിൽ കാണുന്ന വാദം, അതിന് ഇക്വലൻ്റായിട്ട് അതിന് തുല്യമായിട്ട് കുഞ്ഞുങ്ങളിൽ വരുന്ന വാതരോഗം എന്ന് പറഞ്ഞാൽ ജുവനൈൽ ഇഡിയോപ്പതിക് ആർത്രൈറ്റിസ് എന്ന് വിളിക്കുന്ന രോഗമാണ്. അത് സാധാരണ നമ്മൾ 16 വയസ്സിൽ താഴെ കാണുന്ന പ്രായത്തിൽ താഴെയുള്ള കുട്ടികളിലാണ് നമ്മൾ കണ്ടെത്തുന്നത്. 6 ആഴ്ചയ്ക്ക് മുകളിൽ നീണ്ടു നിൽക്കുന്ന സന്ധി സംബന്ധമായ രോഗലക്ഷണങ്ങളുള്ള കുട്ടികളെയാണ് നമ്മൾ ഈ അസുഖത്തിൽ പെടുത്തുന്നത്. അപ്പം ഞാൻ ഈ അസുഖത്തെപ്പറ്റി കുറച്ചൊന്ന് വിവരിക്കാം, എന്നാലേ എല്ലാവർക്കും മനസ്സിലാവുകയുള്ളൂ. അതായത് ഇത് വരുന്നത് ഒന്നല്ലെങ്കിൽ സന്ധിയിലുള്ള വേദന, അല്ലെങ്കിൽ സന്ധിയിൽ നല്ല രീതിയിൽ നീര്, അതായത് സന്ധിയുടെ സൈസ് കൂടുക, നല്ല രീതിയിൽ വേദന അനുഭവപ്പെടുക, കാല് അനക്കാൻ ബുദ്ധിമുട്ട്, സന്ധി അനക്കാൻ ബുദ്ധിമുട്ട് വരിക, തൊടുമ്പോൾ ചൂട് വരിക, ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. അതായത് വേദനയും നീരും. അതുതന്നെ നമുക്കിപ്പോൾ ചെറിയ സന്ധികളുമുണ്ട്, വലിയ സന്ധികളുമുണ്ട് ഒരാൾക്ക്. പിന്നെ നടുവുണ്ട്, വായുണ്ട്, ഒരുപാടടുത്ത് നമ്മുടെ ശരീരത്തിൽ സന്ധികളുണ്ട്. അപ്പോൾ അതിനകത്ത് ഏതൊക്കെ സന്ധികളെ ബാധിക്കുന്നു എന്നുള്ളതനുസരിച്ച് ഇത് പല തരത്തിലുണ്ട്. ചില അസുഖങ്ങളാണെങ്കിലോ പനിയോടൊപ്പമാണ് വരുന്നത്. അപ്പോൾ ഇത്രയും തരത്തിലുള്ള ചിലത് ദേഹത്ത് റാഷ്, അതായത് സോറിയാസിസ് തുടങ്ങിയ തൊലിപ്പുറത്തെ രോഗങ്ങളോട് അസോസിയേറ്റഡ് ആയിട്ടായിരിക്കും വരുന്നത്. ഇങ്ങനെ പല രീതിയിലായിരിക്കും ഈ ജുവനൈൽ ഇഡിയോപ്പതിക് ആർത്രൈറ്റിസ് എന്നുള്ള രോഗം വരുന്നത്. ഇത് കുട്ടികളിൽ മാത്രം കണ്ടുവരുന്നതുമാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ നേരാവണ്ണം ചികിത്സിച്ചില്ലെങ്കിൽ അത് കുട്ടികളുടെ വളർച്ചയെ ബാധിക്കും. പിന്നെ അത് ചില ജോയിൻ്റ് ഒന്നും അനക്കാൻ പറ്റാത്ത ലെവലിലോട്ട് പോകും, കൺട്രാക്ചേഴ്സ് എന്ന് പറയും. വളർച്ചയെ ബാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളിൻ്റെ പൊക്കം കുറഞ്ഞു പോകും, ചിലപ്പം ആ പ്രശ്നമുണ്ടാകുന്ന കാലിന് നീളം കൂടുതൽ വന്നിട്ട് ഏന്ത് വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ പലതരം സൈഡ് ഇഫക്റ്റ് കോംപ്ലിക്കേഷൻ നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ പലതരം പ്രശ്നങ്ങളിലോട്ട് പോവാറുണ്ട്. ഇതാണ് ജുവനൈൽ ഇഡിയോപ്പതിക് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ് വരുന്ന രോഗം. സാധാരണ ആളുകൾ പ്രായമായവരിൽ കാണുന്നതിന് തുല്യമായി എപ്പോഴും കാണുന്ന രോഗം ഇതുതന്നെയാണ്. എന്നാൽ ഇതുപോലെ തന്നെ ഒരുപാട് അനവധി അധികം രോഗങ്ങൾ സന്ധികളെ സംബന്ധിക്കുന്നതായിട്ടുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ സന്ധികൾക്ക് വരുന്ന എല്ലാ വേദനയും വാദമായി മാറാൻ സാധ്യതയുണ്ടോ? സന്ധികളിൽ വരുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. അതിൽ ഒരെണ്ണത്തിൻ്റെ കാര്യം മാത്രമാണ് ഞാനിപ്പോൾ ജുവനൈൽ ഇഡിയോപ്പതിക് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞത്. ഇനിയുള്ളത് നമുക്ക് റുമാറ്റിക് ഫീവർ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അതും സന്ധികളിലെ വേദനയായിട്ടാണ് പ്രകടമായി കാണപ്പെടുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ നമുക്ക് പനി വരും. ചില കുട്ടികൾക്കത് ഹൃദയത്തിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലർക്കത് വേറെ തലച്ചോറ്, അതായത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള റുമാറ്റിക് ഫീവർ എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. ഇനി സന്ധികളിൽ വരുന്ന ഈ അസുഖത്തിന്, റുമാറ്റിക് ഫീവർ എന്ന് പറഞ്ഞ ലക്ഷണത്തിന് അതിൻ്റേതായ ചികിത്സയും കാര്യങ്ങളുമൊക്കെയാണ്. അപ്പോൾ അത് നമുക്ക് സന്ധികളെ ബാധിക്കുന്നതാണെങ്കിലും വാതരോഗം എന്ന് പറഞ്ഞ് മാറ്റാൻ പറ്റത്തില്ല. ഇനി ഇതുപോലെ തന്നെ കുറേ അധികം രോഗങ്ങൾ സന്ധികളെ ബാധിക്കുന്നതുണ്ട്. ഉദാഹരണമായിട്ട് ഒരേ ഒരു സന്ധിയിൽ വരുന്ന പനിയോടുകൂടി കടുത്ത വേദനയായിട്ട് വരുന്ന സെപ്റ്റിക് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ് വരുന്ന രോഗമുണ്ട്.
അതും ചില സമയത്ത് വാതരോഗമായിട്ട് നമ്മൾ വിചാരിക്കാറുണ്ട്. അതിൽ ശരിക്കും പറഞ്ഞാൽ ഈ സന്ധിയിൽ പഴുപ്പ് കെട്ടി നിൽക്കും. അപ്പോൾ അതിന് നമുക്ക് പഴുപ്പെടുത്ത് പരിശോധനയ്ക്ക് അയക്കുകയും ആശുപത്രിയിൽ അഡ്മിറ്റായി ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷനുകൾ ഞരമ്പ് വഴി എടുക്കേണ്ടതുമാണ്. ഇങ്ങനെ പലതരത്തിലുള്ള സന്ധി സംബന്ധമായ രോഗങ്ങളുണ്ട്. ഇനി SLE എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. അത് സാധാരണ കൗമാരക്കാരായ പെൺകുട്ടികളിൽ കണ്ടുവരുന്നതാണ്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ വാദം എന്ന് പറഞ്ഞല്ല, അത് SLE എന്ന് പറഞ്ഞൊരു പ്രത്യേകതരം രോഗം. അത് ചില സമയത്ത് പനി കൂടെ ഉണ്ടാകും, ചിലപ്പോൾ മുഖത്തൊക്കെ റാഷസ് കാണും, ചിലപ്പോൾ നമുക്ക് കിഡ്നിയെ ബാധിക്കും, ചിലപ്പോൾ രക്തത്തിനെ ബാധിച്ച് വിളർച്ചയുണ്ടാക്കും. ഇങ്ങനെ ഒരുപാട് സീരിയസ് ആയിട്ടുള്ള രോഗലക്ഷണങ്ങളോടുകൂടി വരുന്ന SLE എന്ന് പറഞ്ഞു വരുന്ന രോഗങ്ങളുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ സന്ധി രോഗവും ഇങ്ങനെ ജസ്റ്റ് സന്ധിവാതമല്ല, പല അസുഖങ്ങൾ ഇതിനോട് അടുത്തടുത്തടുത്ത് വരുന്നതുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ തീരെ കൊച്ചു കുട്ടികളിലൊക്കെ സന്ധി രോഗങ്ങൾ വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാമായിരിക്കാം? എങ്ങനെ നമുക്കതിനെ പരിഹരിക്കാം? സന്ധിരോഗം വരാനുള്ള കാരണങ്ങൾ ഞാനിപ്പോൾ പല കാരണങ്ങൾ പറഞ്ഞു. അതിനകത്ത് ഈ ജുവനൈൽ ഇഡിയോപ്പതിക് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ് വരുന്ന അസുഖം എന്ന് പറഞ്ഞാൽ അതിന് നല്ല രീതിയിലൊരു പാരമ്പര്യ, അതായത് ജനറ്റിക് ടെൻഡൻസി എന്ന് പറയും. നമുക്ക് അസുഖം വരാനുള്ള ഒരു സാധ്യത ജന്മനാ തന്നെ ആ കുട്ടിക്കുണ്ട്. അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാരണം. പിന്നെ അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ ഒരു അണുബാധയോ വല്ലതും വരുമ്പം നമ്മുടെ ബോഡിയിലുള്ള ഒരു ഇമ്മ്യൂണോളജിക്കൽ സിസ്റ്റം ട്രിഗേർഡായിട്ടാണ് ആ അസുഖം വരുന്നത്. ഓട്ടോ ആൻറ്റിബോഡി എന്ന് പറയും. നമ്മുടെ ബോഡിയിൽ തന്നെ നമ്മുടെ ബോഡിക്കെതിരെയുള്ള ആൻറ്റിബോഡീസ് ഉണ്ടാവും. അതിന് മെയിനായിട്ട് ഒരു ഒരു ജന്മനാ ഉള്ളൊരു ടെൻഡൻസിയോ ഒരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ചിലപ്പോൾ സൂര്യപ്രകാശമോ ഒക്കെ ട്രിഗറായിട്ട് വരാറുണ്ട്. അങ്ങനെയാണ് ആ ഒരു ജുവനൈൽ ഇഡിയോപ്പതിക് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ രോഗം ഉണ്ടാകുന്നത്. അപ്പോൾ ചില കുടുംബത്തിൽ തന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഇതേപോലെയുള്ള സന്ധിവാതങ്ങൾ വരാറുണ്ട്. ചിലപ്പോൾ ഒരേ കുടുംബത്തിൽ 2 കുട്ടികൾ, ചേട്ടനും അനിയനും ഒരേപോലെ അസുഖം വരാറുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും നല്ല രീതിയിലുള്ള ഒരു ജനറ്റിക് ടെൻഡൻസിയും ഉണ്ട്. പിന്നെ ഇത് വാദത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫെക്ഷനെ തുടർന്ന് വരുന്ന അസുഖങ്ങളുണ്ട്. അതെല്ലാം കാരണം അണുബാധയാണ്. സെപ്റ്റിക് ആർത്രൈറ്റിസ് അണുബാധയാണ്. പിന്നെ നമ്മൾ ഇതുവരെ പറഞ്ഞില്ല, വൈറസ് കാരണം ഉണ്ടാകുന്ന ചിക്കൻ ഗുനിയ രോഗമുണ്ട്. അത് വൈറസിൻ്റെ ഇൻഫെക്ഷനാണ്. ഇതെല്ലാം സന്ധി സംബന്ധമായ രോഗലക്ഷണങ്ങളുമായിട്ടായിരിക്കും ഡോക്ടറെ സമീപിക്കുക. അപ്പോൾ ഈ ഇതിൻ്റെ കൂടെ, ഈ സന്ധിയുടെ അസുഖത്തിൻ്റെ കൂടെ വേറെ എന്തൊക്കെ അസുഖങ്ങളാണെന്നുള്ളത് ഒരു ഡോക്ടർക്ക് നമുക്ക് രോഗിയോടോ അല്ല രോഗിയുടെ അച്ഛനോടോ അമ്മയോടോ ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ് രോഗം സ്ഥിരീകരിക്കാനാവും. അപ്പോൾ ഏത് രോഗമാണെന്ന് സ്ഥിരീകരിച്ചാൽ ഓരോ രോഗത്തിനും അതിൻ്റേതായിട്ടുള്ള കാലാവധിയിലായിരിക്കും ഈ അസുഖം മാറുക. അഥവാ ചിലപ്പോൾ മാറാതിരിക്കും, ചിലപ്പോൾ നമുക്ക് ദീർഘകാലം മരുന്ന് കഴിക്കേണ്ടതായി വരും. അങ്ങനെയുള്ളതൊക്കെ തീരുമാനിക്കുക. ഡോക്ടർ, അതുപോലെ തന്നെ ഇത്തരം വാദങ്ങൾ കുട്ടിയിൽ വരുമ്പോഴത്തേക്കും ആദ്യം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? അതായത് ഒരു ഡോക്ടറെ കാണിക്കുന്നതിന് മുൻപ് മാതാപിതാക്കൾക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ എന്തൊക്കെ ലക്ഷണങ്ങളിലൂടെ സാധിക്കും? അത് കുഞ്ഞുങ്ങളിൽ പൊതുവേ ഈ സന്ധി വേദന തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷണം. പക്ഷേ അതിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സന്ധി വേദന, നേരത്തെ പറഞ്ഞ മെയിനായിട്ടുള്ള വാതരോഗം ജുവനൈൽ ഇഡിയോപ്പതിക് ആർത്രൈറ്റിസിൽ വേദന ചിലപ്പോൾ അധികം കഠിനമായിട്ട് വരത്തില്ല. അപ്പം നമ്മൾ കുട്ടികൾ പറഞ്ഞാൽ പോലും വീട്ടുകാരതത്ര കാര്യമായിട്ട് പലപ്പോഴും എടുക്കാറില്ല. വേറൊരു കാര്യം, ഈ വേദന വരുന്നത് കൂടുതലും രാവിലെയാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് രാവിലെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ സമയമൊക്കെ കട്ടിലിൽ നിന്ന് എണീറ്റ് നടന്ന് ഓടിപ്പോയി കളിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർ കുറേ നേരം ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് പിന്നെ അവരങ്ങ് ആക്റ്റീവായി പിന്നെ അത് ശ്രദ്ധിക്കപ്പെടത്തില്ല. മോർണിംഗ് സ്റ്റിഫ്നെസ് എന്നാണ് നമ്മളിതിനെ പറയുന്നത്. ഈ രോഗലക്ഷണം മോർണിംഗ് സ്റ്റിഫ്നെസ് ഉള്ളത് കാരണം പലപ്പോഴും നമ്മുടെ ഈ സന്ധി വേദന രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കപ്പെടാതെ പോകാറുണ്ട്. അപ്പോൾ വേദന, നീര്, നടക്കുമ്പം അതായത് ഞൊണ്ടി നടക്കുക, ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ രക്ഷകർത്താക്കൾ അത് പ്രത്യേകം പരിഗണിച്ച് ഡോക്ടറെ കാണിക്കേണ്ടതാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഇത്തരം രോഗങ്ങൾ ഗുരുതരമാവാറുണ്ടോ? അതായത് എന്തെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതകളോ സങ്കീർണതകളോ ഒക്കെ ഉണ്ടാവാറുണ്ടോ? തീർച്ചയായും ഇതിനകത്ത് ചില തരം അസുഖങ്ങൾ ഗുരുതരമാകാറുണ്ട്. പക്ഷേ ജുവനൈൽ ഇഡിയോപ്പതിക് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ രോഗം ഇങ്ങനെ ജീവൻ അപകടമുള്ള
ലെവലിൽ പോകുന്നത് കുറവാണ്. പക്ഷേ അതിനകത്ത് പനി വരുന്ന ഒരു വകഭേദമുണ്ട്. നമ്മളതിനെ സിസ്റ്റമിക് ഓൺസെറ്റ് ജുവനൈൽ ഇഡിയോപ്പതിക് ആർത്രൈറ്റിസ് എന്നൊക്കെ വിളിക്കും. പനി വരുന്ന ഒരു വകഭേദം അത് സീരിയസ് ആവാറുണ്ട്. പിന്നെ ഞാൻ ഇതിനോട് തന്നെ ഒപ്പം മറ്റ് സന്ധികളെയൊക്കെ ബാധിക്കുന്ന SLE എന്ന് പറഞ്ഞൊരു രോഗം നേരത്തെ പറയുകയുണ്ടായി. കൗമാര പ്രായക്കാരായുള്ള പെൺകുട്ടികളിലാണ് അത് കൂടുതലായി കാണുന്നത്. ആ രോഗമാണെങ്കിൽ സീരിയസ് ആവാൻ സാധ്യതയുള്ളതാണ്. എന്ന് വെച്ചാൽ എല്ലാവർക്കും അങ്ങനെ സീരിയസ് ആകുന്നല്ല. പക്ഷേ കിഡ്നിയെ ബാധിക്കാം, അത് തലച്ചോറിനെ ബാധിക്കാം, ചില സമയത്ത് അത് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. എന്ന് വെച്ച് ഇത് കേൾക്കുന്ന എല്ലാവരും പേടിക്കണം എന്നല്ല. ഒരു കുറച്ച് ശതമാനം പേർക്കാണ് അപകട സാധ്യതയുള്ളത്. പിന്നെ സെപ്റ്റിക് ആർത്രൈറ്റിസ് നേരത്തെ പറഞ്ഞു, കാലിൽ പഴുപ്പ് കെട്ടുന്ന രോഗം. അതും ഇതുപോലെ നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അത് രക്തത്തിലേക്കാണ് ബാധയൊക്കെ ബാധിച്ച് ജീവനപകടം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ചില അസുഖങ്ങൾ ജീവനപകടം വരാം, പക്ഷെ ചില അസുഖങ്ങൾ ജീവനപകടമൊന്നും വരില്ല. പക്ഷെ നമുക്ക് ചിലപ്പോൾ ഒക്കെ വരാൻ സാധ്യതയുണ്ട്, കൈ നിവർക്കാൻ ബുദ്ധിമുട്ട്. എന്നാൽ യഥാസമയം നമ്മൾ ഡോക്ടറെ സമീപിച്ച് ചികിത്സ എടുത്തു കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് മരുന്നുകളൊക്കെ കറക്റ്റായിട്ട് ഡോക്ടർ പറയുന്ന രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം ഒരു പരിധിവരെ തടയാൻ കഴിയും. ഡോക്ടർ, നമ്മോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ബോംബെയിൽ നിന്നും CM നായരാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ 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 പറഞ്ഞോളൂ. ഡോക്ടർ കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. കേൾക്കാൻ പറ്റുന്നില്ല. ഹലോ 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 പറഞ്ഞോളൂ, കേൾക്കാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് ആക്ച്വലി ഡോക്ടർ, എനിക്ക് എന്റെ വൈഫിന്റെ കാര്യമാണ്, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി വൈഫിന്റെ ഒരു കാര്യമാണ് ചോദിക്കുന്നത്. കാരണം രാത്രി കാലങ്ങളിൽ കാല് മരയ്ക്കുക, കിടന്ന് ഉറങ്ങി കഴിയുമ്പോഴത്തേക്കും കാലിന് വല്ലാത്ത ഒരു മരവിപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അത് നെർവ്സിന്റെ സിസ്റ്റമാണ്. ഞങ്ങൾക്ക് കുറച്ച് ഐഡക്സും അതുപോലുള്ള മരുന്നുകളൊക്കെ പുരട്ടി കഴിയുമ്പം ശരിയാകും അത്. പക്ഷേ ഒരു വർഷമായിട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മരവിപ്പ് കാലിന് ഉറങ്ങിക്കഴിയുമ്പോൾ രാത്രി കാലങ്ങളിലാണ് ഉണ്ടാകാറുള്ളത്. രാത്രി കാലങ്ങളിൽ നെർവ്സ് അതുപോലെ ഉരുണ്ട് കയറുന്ന പോലെ ഈ കാലിൽ എന്തോ മസിൽസ് ഉരുണ്ട് മുകളിലോട്ട് കയറുന്ന പോലെ തോന്നുന്നു. അത് കുറച്ച് തിരുമ്മി കഴിയുമ്പോൾ കുറച്ചൊക്കെ ശരിയാവുന്നുണ്ട്. അപ്പൊ ഈ കാലിന്റെ ഈ മസിൽ കയറ്റം അത് വാദത്തിന്റെ മറ്റൊരു രൂപഭേദമാണോ, അതോ വേറെ വല്ല ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതേപറ്റി വാദത്തിന്റെ അത് കുറച്ച് പുരട്ടി കഴിയുമ്പോഴത്തേക്കും ഓയിൽമെന്റ് ഒക്കെ പുരട്ടി കഴിയുമ്പോഴത്തേക്കും ശരിയാവും. എത്ര വയസ്സുള്ള ആളാണ്? 62 വയസ്സ് കഴിഞ്ഞു. 62 വയസ്സുള്ള ആളാണ്. അപ്പം ഇതിനകത്ത് നമുക്ക് ജോയിന്റിന് കുഴപ്പം വല്ലതും ഉണ്ടോ? ആളിന്റെ സന്ധിക്ക് കുഴപ്പം വല്ലതും ഉണ്ടോ? അതോ സന്ധിയുടെ താഴോട്ടുള്ള കാലിലാണോ കുഴപ്പം? ഈ കാലിനാ കുഴപ്പം. കാലിനാണ്. അപ്പം ഇതിപ്പോ കേട്ടിടത്തോളം സന്ധിക്ക് കുഴപ്പമുള്ളതുപോലെ തോന്നിക്കുന്നില്ല, മസിൽ പിടിക്കുന്നത് പോലെയാണ് തോന്നിക്കുന്നത്. പിന്നെ ഒരു വർഷമായിട്ടും തടവുമ്പോൾ അത് ശരിയാവും, അതുകൊണ്ട് വലിയ കുഴപ്പമുള്ളതാവാൻ സാധ്യതയില്ല. ഏതെങ്കിലും ഒരു ഫിസിഷ്യനെ കാണിച്ച് അത് നമ്മളൊന്ന് നോക്കിപ്പിക്കണം. അല്ലാതെ സന്ധിയെ സംബന്ധിച്ചതാണെന്ന് തോന്നുന്നില്ല. ശരി ഡോക്ടർ, പ്രേക്ഷകന് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ കുറച്ചു മുൻപേ ഡോക്ടർ മോർണിംഗ് സ്റ്റിഫ്നെസിനെ കുറിച്ച് പറഞ്ഞല്ലോ. ചില കുട്ടികളൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഷോൾഡറിനും മുട്ടിന്റെ ഭാഗത്തുമൊക്കെ അതികഠിനമായ വേദന അനുഭവപ്പെടാറും കൈ അനക്കാൻ പറ്റാതെ അല്ലെ കാൽ അനക്കാൻ പറ്റാതെയൊക്കെ വരുമല്ലോ. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ അത് തിരുമ്മി കഴിയുമ്പോഴൊക്കെ നേരെ ആവാറുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ തിരുമ്മി നേരെയാവുന്ന അതൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരമാണോ? അല്ല, അത് നമ്മൾ വലിയ വേദന വരാത്തത് കൊണ്ട് നമ്മളത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതാണ്. നമ്മുടെ അടുത്തൊക്കെ കാണിക്കാൻ വന്ന ചില രോഗികൾ നമ്മൾ പറയുമ്പോൾ മാത്രമാണ് ഏതെങ്കിലും ഒരു ജോയിൻറ്റിൽ കുഴപ്പമുണ്ടെന്ന് അമ്മ പോലും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ട്. കാരണം ഈ ചില അസുഖങ്ങളിലേ ഉള്ളൂ, എല്ലാ അസുഖങ്ങളും ഒരുപോലെയല്ല. ചിലതിൽ ഇപ്പോൾ റുമാറ്റിക് ഫീവർ എന്ന് പറഞ്ഞ രോഗത്തിലാണെങ്കിൽ അതികഠിനമായ വേദനയായിരിക്കും. അത് നമ്മൾ എന്തായാലും മിസ്സാവത്തില്ല, അവരെന്തായാലും കൊണ്ടുവന്ന് ഡോക്ടർമാരെ കാണിക്കും. പക്ഷേ ഈ ജുവനൈൽ ഇഡിയോപ്പതിക് ആർത്രൈറ്റിസിൻ്റെ വേദന അത്ര ഇതുപോലെ ശ്രദ്ധിക്കപ്പെടാതെ പോകാറുണ്ട്. നീരുണ്ടെങ്കിൽ പോലും പലപ്പോഴും വേദന അറിയാതെ പോകാറുണ്ട്. പക്ഷെ നമുക്ക് പലപ്പോഴും പറ്റുന്ന ഒരു ബുദ്ധിമുട്ട്, ഇതിൽ പലതും കണ്ണിനെ ബാധിക്കാൻ സാധ്യതയുള്ള രോഗമാണ്. നമ്മൾ യൂവിയൈറ്റിസ് എന്ന് പറയും, ഒരു കോംപ്ലിക്കേഷൻ ഈ അസുഖത്തിൽ വരാൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ കണ്ണിൻ്റെ പുറമേ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയാൻ പറ്റില്ല, കണ്ണിൽ ചുവപ്പോ അങ്ങനെയൊന്നും കാണത്തില്ല. അത് ഒരു കണ്ണ് ഡോക്ടർ പരിശോധിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ.
അപ്പോൾ ഈ സന്ധി സംബന്ധമായി ഈ രീതിയിലുള്ള രോഗലക്ഷണങ്ങളുമായിട്ട് വരുമ്പം ഡോക്ടർമാരത് നോക്കിയിട്ട് നമുക്കിങ്ങനെ ഒരു അസുഖത്തിൻ്റെ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ കണ്ണ് ഡോക്ടറെ കാണിക്കാൻ വിടുമ്പോഴായിരിക്കും ഈ കണ്ണിൽ പ്രശ്നമുള്ളത് പലപ്പോഴും അറിയുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ജോയിൻറ്റ് വേദനയുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ട് നമ്മൾ അഭിപ്രായം തേടേണ്ടതുണ്ട്. ഡോക്ടർ, നമ്മോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷക ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും സുധയാണ്. സുധ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ ചോദിച്ചോളൂ, കേൾക്കാം. എനിക്ക് കുറച്ച് നാളായിട്ട് കാലില്, ഞാനിപ്പോ അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് വിളിക്കണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്റെ കാല് ഒരു മരവിപ്പ് പോലെയാണ്. എനിക്ക് 20 വർഷമായിട്ട് ഷുഗർ ഉണ്ട്. അപ്പം കാലിന്റെ മുട്ടില് ഒരു 2-3 മാസമായിട്ട് എനിക്ക് കാലിന്റെ മുട്ടില് നീരുണ്ട്. വയസ്സ് എത്രയുണ്ട് ആളിന്? 51. ഹലോ, കേക്കാം. എനിക്ക് 2 കാലിലില്ല, ഒരു കാലിലാണ് ഉള്ളത്, വലത് കാലില്. അപ്പം ഇപ്പൊ ഞാനൊരു മെഡിക്കൽ ഡോക്ടറെ കാണിക്കുന്നുണ്ട്. ആ ഡോക്ടർ മരുന്നിന് എഴുതി തന്ന് കഴിച്ചിരിക്കുകയാണ്. എനിക്കിപ്പോ പെയിൻ നന്നായിട്ട് കുറവുണ്ട്. ഇപ്പൊ ഞാൻ ഡോക്ടറെ പരിപാടി കണ്ടപ്പോ എനിക്കൊന്ന് ഡോക്ടറെ നേരിട്ട് കാണണമെന്നുണ്ട്. അതിനിപ്പോ എന്താണ് ഈ കാലില് മുട്ട് ഇത്രയും നീര് വരുന്നതെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. ഇപ്പം കാണിച്ച ഡോക്ടർ ആരാണ്? ഇപ്പൊ കാണിച്ചത് ഓർത്തോ ഡോക്ടറാണോ? അല്ല, ഓർത്തോനല്ല കാണിച്ചത്. ഓക്കെ. ഞാൻ കുട്ടികളുടെ ഡോക്ടറാണ്. അപ്പം പക്ഷേ ഇത് കേട്ടിടത്തോളം അത് എല്ലിൻ്റെ ഒരു പ്രശ്നമായിട്ട് തോന്നിക്കുന്നു. അപ്പോൾ ഒരു ഓർത്തോ ഡോക്ടറെ ഒന്ന് കാണിച്ചാൽ മതിയാവും. എല്ല് തേയ്മാനമാണോ എന്താണെന്നുള്ളത് നോക്കേണ്ടി വരും, പരിശോധനകൾ വേണ്ടി വരും. ഡോക്ടർ, കുട്ടികളിൽ ഇത്തരം വാതരോഗങ്ങൾ വന്നാൽ ആജീവനാന്തം ഇത് അവരുടെ കൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അതോ നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമോ? അത് ഏത് രോഗമാണെന്നുള്ളതനുസരിച്ചിരിക്കും. ചില രോഗങ്ങൾ നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. ചില രോഗങ്ങൾക്കാണെങ്കിൽ കുറേ നാൾ മരുന്നുകൾ കഴിച്ചുകൊണ്ട് ഓക്കെ ആയിട്ട് ഇങ്ങനെ പോകാൻ പറ്റും. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കവേ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ കൊണ്ടുപോകാനും പറ്റും. ചില അസുഖങ്ങൾക്ക് നമുക്ക് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടതായിട്ടും ഉണ്ട്. പക്ഷെ അത്രയ്ക്കും അങ്ങനെ ഇല്ല. മിക്ക അസുഖങ്ങൾക്കും നമുക്ക് നല്ല രീതിയിൽ തന്നെ ചികിത്സിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ SLE എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരത്തെ ഒരു അസുഖത്തെ പറ്റി പറഞ്ഞു. അതിനൊക്കെ നമുക്ക് ദീർഘകാലം മരുന്ന് വേണ്ടി വരുന്നതാണ്. പിന്നെ ഇപ്പം നേരത്തേതിനേക്കാളും ഒരുപാട് മരുന്നുകളുടെ നമുക്ക് പല പല പുതിയ മരുന്നുകളും കണ്ടെത്തിയിട്ടുമുണ്ട്. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ വാതരോഗം എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ആളുകൾ വിചാരിക്കുന്ന ചികിത്സിച്ചാലും നമുക്ക് എന്തെങ്കിലും ഒരു എന്തോ അങ്ങനെയൊക്കെ ഉണ്ടാവും. കയ്യിൽ വിരലുകളൊക്കെ നമുക്ക് നിവർത്താൻ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെയൊക്കെ പണ്ടൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയുള്ള കുട്ടികൾ കുറവാണ്. നമ്മൾ നേരത്തെ തന്നെ ഡോക്ടറെ സമീപിച്ച് ചികിത്സ എടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ വികലാംഗത്വമൊക്കെ അധികം വരാതെയൊക്കെ നോക്കാനും പറ്റും. ഡോക്ടർ, അതുപോലെ തന്നെ ഇത്തരം രോഗമുള്ള കുട്ടികൾ ഭക്ഷണക്രമത്തിൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായുണ്ടോ? എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥം കൂടുതലായി കഴിക്കേണ്ടതോ അല്ലെങ്കിൽ കഴിക്കാൻ പാടില്ലാത്തതോ ആയുണ്ടോ? സാധാരണഗതിയിൽ ജുവനൈൽ ഇഡിയോപ്പതിക് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ വാതരോഗത്തിൽ അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഭക്ഷണക്രമമൊന്നും ആവശ്യമില്ല. പക്ഷേ ചില അസുഖങ്ങൾ, ഇപ്പോൾ SLE എന്ന് പറഞ്ഞിട്ടുള്ള രോഗം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രായമുള്ള കുട്ടികൾക്കുള്ള രോഗം, അതിൽ നമുക്ക് ചില മരുന്നുകളും ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് തടി കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ വാതരോഗം സംബന്ധിച്ച അസുഖമാണെങ്കിൽ പോലും വേദന ഉണ്ടെങ്കിൽ കുട്ടികൾ അധികം ഓടി കളിക്കാതെയൊക്കെ ഇരിക്കും. പിന്നെ അസുഖം വരും എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാരും അച്ഛന്മാരും ഒക്കെ കൂടുതൽ ഭക്ഷണം ഇങ്ങനെ കഴിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ അവർക്ക് തടി കൂടാറുണ്ട്. അപ്പോൾ തടി അങ്ങനെ നമുക്ക് അത് ഇപ്പം നേരത്തേനേക്കാളും തടി കുറയലല്ല, കൂടുതൽ കുട്ടികൾ ഇങ്ങനെ ഒബീസിറ്റി ഒക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പം നമ്മൾ അങ്ങനെയുള്ളവരോട് നമ്മൾ അതിൻ്റേതായ ഭക്ഷണക്രമം പറയുന്നുണ്ട്. ഒത്തിരി അരി ആഹാരം, ഗോതമ്പ്, കപ്പ, കിഴങ്ങ്, ഇങ്ങനെ എണ്ണമയം ഉള്ളതും ഒക്കെ കഴിക്കരുത്. നോർമൽ വെയിറ്റ് വേണ്ട രീതിയിലുള്ള ഭക്ഷണക്രമം പാലിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള കുട്ടികളോട് നമ്മൾ വ്യായാമം ചെയ്യാനും പറയാറുണ്ട്. അപ്പോൾ അത് ഓരോ അസുഖത്തിനനുസരിച്ചായിരിക്കും. ഇപ്പം സന്ധി സംബന്ധമായ രോഗലക്ഷണം മാത്രമുള്ള കുട്ടികൾക്ക് വ്യായാമം ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ റുമാറ്റിക് ഫീവർ എന്ന് പറഞ്ഞ് ഹാർട്ടിനെയൊക്കെ ബാധിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് നാൾ റെസ്റ്റൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഓരോ കുട്ടി ഏതാണെന്നുള്ളതനുസരിച്ചാണ് നമ്മൾ വ്യായാമക്രമമൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്.
ഡോക്ടർ, അതുപോലെ തന്നെ കുട്ടികളുടെ വാദം എന്ന് പറഞ്ഞ ഒരു അസുഖത്തിലെ നൂതന ചികിത്സാ മാർഗങ്ങളെ കുറിച്ച് കൂടി ഒന്ന് പങ്കുവയ്ക്കാമോ? നൂതന ചികിത്സ എന്ന് വെച്ചാൽ നമുക്ക് ഇതൊക്കെ നേരത്തെ ഉള്ളത് തന്നെയാണ്. ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ ജോയിൻറ്റിനെയൊക്കെ ബാധിക്കുന്ന അസുഖമുണ്ട്. നമ്മൾ ഈ ജുവനൈൽ ആർത്രൈറ്റിസിൽ തന്നെ അതിനകത്ത് നമുക്ക് ആ ജോയിൻറ്റിൽ തന്നെ ഇഞ്ചക്ഷൻ എടുക്കാനുള്ള ഇതുണ്ട്. നമ്മൾ ജോയിൻറ്റിൽ തന്നെ ഒരു സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ എടുത്താൽ കുറേ നാൾ നമുക്ക് വലിയ അസുഖമൊന്നുമില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയും. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മുടെ ഇപ്പോൾ ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. മൂവാറ്റുപുഴയിൽ നിന്ന് മിനിയാണ്. മിനി, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ. ഹലോ. എൻ്റെ ചെറിയ മോളുടെ കുട്ടിക്കാണ്. അപ്പൊ അതിന് 4 വയസ്സുണ്ടേ. അപ്പൊ അത് ഇടയ്ക്ക് ഇങ്ങനെ പറയണ കേൾക്കുന്നുണ്ട്, മുട്ടിന് താഴേക്ക് കാലിന് വേദന എടുക്കുവാന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് വീണതിന്റെ ഒന്നുമല്ല. ഞങ്ങൾ ചോദിക്കും എവിടെയെങ്കിലും വീണോ മുട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോ ഒന്നുമില്ല, ചുമ്മാ വേദന എടുക്കുവാന്ന് പറയുന്നുണ്ട്. അത് എന്നാന്നൊന്ന്. 2 കാലിലുമാണോ വേദനയുള്ളത്? ഇല്ല, ഒരു കാലില് മാത്രം. ഒരു കാലിൽ മാത്രമേ ഉള്ളൂ. അത് പകലും രാത്രിയിലും എല്ലാം ഉണ്ടോ? ഇല്ല, പകലൊക്കെയാ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഉറങ്ങിയാ പിന്നെ ഒന്നും അങ്ങനെയൊന്നും പറയണില്ല. പകലിങ്ങനെ ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും. എത്ര കാലമായി അങ്ങനെ വന്നു തുടങ്ങിയിട്ട് വേദന? അതിപ്പോ ഒരു കുറച്ച് നാളായുള്ളൂ. ഏതാണ്ട് 3 മാസങ്ങളൊക്കെ ആയുള്ളൂ. 3-4 മാസമേ ആയിട്ടുള്ളൂ അല്ലേ? ഒരു കാലിൽ മാത്രം വേദന. അപ്പൊ അന്നേരം അത് കാണിച്ചായിരുന്നു. അന്നേരം ഒരു ഓയിൽമെന്റ് പുരട്ടാൻ തന്നത്. അത് വേറെ കുഞ്ഞിന് അതിന്റെ കൂടെ വിശപ്പില്ലായ്മയോ വെയിറ്റ് കുറവോ അങ്ങനെ വേറെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ? വിശപ്പില്ലായ്മ ഉണ്ട്. വിശപ്പില്ലായ്മയില്ല, ഭക്ഷണം കഴിക്കാൻ ഒരു മടിയുണ്ട്. നിർബന്ധിച്ച് ഒരു കാലിൽ മാത്രമായിട്ട് അങ്ങനെ ഒരു വേദന 3-4 മാസമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളൊരു ഡോക്ടറെ ഒന്ന് കാണിക്കണം. കുട്ടികളുടെ ഡോക്ടറെ ഒന്ന് കാണിച്ചൊന്ന് പരിശോധിപ്പിക്കേണ്ടതുണ്ട്. ബ്ലഡും എല്ലാം ഒന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്, പരിശോധിക്കുകയും വേണം. ഒരു കാല് മാത്രമാണെങ്കിൽ നമ്മൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ജോയിന്റ് സംബന്ധിച്ചല്ല, അല്ലാതെ വേറെ എന്തെങ്കിലും രോഗങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ളൊന്നും ഇല്ല എന്നൊന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ശരി ഡോക്ടർ, പ്രേക്ഷകയ്ക്ക് മനസ്സിലായെന്ന് കരുതുന്നു. കുട്ടികളിൽ കണ്ടുവരുന്ന വാതരോഗങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കിപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SIT ഹോസ്പിറ്റലിലെ പീഡിയാട്രിക്സ് വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ രേഖാകൃഷ്ണനാണ്. മെഡിക്കൽ കോളേജ് പീഡിയാട്രിക്സ് റുമാറ്റോളജി ക്ലിനിക്സ് ഇൻചാർജ് കൂടിയാണ് ഡോക്ടർ. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു വിഷയമായി കാണും വരേക്കും നമസ്കാരം.